എല്ലാവർക്കും കളേഴ്സ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ പുന്നമടയിൽ നിന്നും ഉള്ള ഒരു കായൽ യാത്രയുടെ വിവരണം ആണ് നടത്തുന്നത്. ആദ്യമായിട്ടല്ല കായൽ യാത്രയുടെ വീഡിയോകൾ നിങ്ങൾ കാണുന്നത് എന്ന് എനിക്കറിയാം. എന്നാൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഒരു ഉല്ലാസയാത്രയുടെ വിവരണം നടത്തുന്നത്. ഞാൻ ഉൾപ്പെടുന്ന തിരുവോണം എന്ന സ്വയം സഹായ സംഘത്തിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെയൊരു വൺ ഡേ ടൂർ പ്ലാൻ ചെയ്തത്. വൺ ഡേ ടൂറിന് മറ്റു പല സ്ഥലങ്ങളും പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഹൗസ് ബോട്ട് യാത്ര തിരഞ്ഞെടുക്കുന്നത്. ചങ്ങനാശ്ശേരി തെങ്ങണായിൽ നിന്നുമാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. 15 പേരുള്ള സംഘത്തിൽ നിന്നും 10 പേർ മാത്രമാണ് യാത്രയിൽ ഉള്ളത്. സംഘത്തിലെ ഒരു അംഗത്തിൻ്റെ തന്നെ ട്രാവലറിൽ ആണ് ഞങ്ങൾ ആലപ്പുഴയിലേക്ക് പോകുന്നത്. ജിങ്കി AC കൂടിയുള്ള 19 സീറ്റ് ട്രാവലറാണിത്. കുറുപ്പ് എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. 2023 ഇറങ്ങിയ ഈ വാഹനത്തിൻ്റെ എല്ലാ ഇൻറ്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്നത് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ജോഷ് ഓട്ടോക്രാഫ്റ്റിൽ ആണ്. യാത്രകൾ വല്ലതുമുണ്ടെങ്കിൽ ഈ ട്രാവലർ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തെങ്ങണായും ചങ്ങനാശ്ശേരിയും കടന്ന് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ എത്തി. അതായത് AC റോഡ്. പെരുന്ന കഴിഞ്ഞാൽ പിന്നെ നേരെ ഒറ്റ വഴിയാണ് ആലപ്പുഴയ്ക്ക്. കുട്ടനാടിൻ്റെ മനോഹാരിത ആസ്വദിച്ചും ഇരുവശങ്ങളിലും പടർന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നീട് കെടങ്ങറയും രാമങ്കരിയും മങ്കൊമ്പും കടന്ന് പള്ളാത്തുരുത്തി പാലം എത്തി. പള്ളാത്തുരുത്തി പാലത്തിനടിയിലും നിരവധി കെട്ടുവള്ളങ്ങളാണ് കിടക്കുന്നത്. യാത്രക്കിടയിലുള്ള മനോഹര കാഴ്ചകളും സംഗീതവും സംസാരവും ആസ്വദിച്ച് ഞങ്ങൾ ആലപ്പുഴ പുന്നമട കായലിൻ്റെ തീരത്ത് എത്തി. ആദ്യമായി ഈ ബോട്ടുകളെല്ലാം കാണുന്ന എനിക്ക് എങ്ങോട്ട് പോകണം, എന്ത് വീഡിയോയിൽ പകർത്തണം എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. നിരവധി ഹൗസ് ബോട്ടുകൾക്കിടയിൽ നിന്നും ഞങ്ങൾ ബുക്ക് ചെയ്ത ബോട്ട് ഒരു വിധത്തിൽ തപ്പിപ്പിടിച്ചു. 11 മണിക്കാണ് യാത്ര ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഞങ്ങൾ 30 മിനിറ്റ് താമസിച്ചത് കാരണം 11:30 യാത്ര തുടങ്ങിയത്. എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര ബോട്ടുകളാണ് ഇവിടെ കിടക്കുന്നത്. അതിൽ ചെറുതും വലുതും എല്ലാം തന്നെ ഉണ്ട്. ഞങ്ങൾ എല്ലാം ബോട്ടിൽ കയറിയ ശേഷം ബോട്ട് പതുക്കെ യാത്ര തുടങ്ങി. കായലിലൂടെയുള്ള യാത്ര തുടങ്ങിയതിന് ശേഷം തന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടി. നാരങ്ങ വെള്ളമാണ് വെൽക്കം ഡ്രിങ്കായി അവർ തന്നത്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും ഞങ്ങളുടെ ബോട്ട് വേമ്പനാട്ടുകായൽ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി. ആദ്യം തന്നെ ബോട്ടിനുള്ളിൽ എല്ലാം ഒന്ന് നടന്ന് അതിനുള്ളിലെ സംവിധാനങ്ങളെല്ലാം മനസ്സിലാക്കി. ആകെ 3 റൂമുകളാണ് ഉള്ളത്. എല്ലാം തന്നെ ബാത്റൂം അറ്റാച്ച്ഡും. 2 മുറികൾ താഴത്തെ നിലയിലും 1 മുറി മുകളിലത്തെ നിലയിലും ആണ് ഉള്ളത്. മുകളിലത്തെ നിലയിൽ വിശാലമായ ഒരു ഏരിയയിൽ കസേരകളും ടേബിളും എല്ലാം ഇട്ടിരിക്കുന്നു. കൂടാതെ മ്യൂസിക് സിസ്റ്റവും ഇവിടെ സഞ്ചാരികൾക്കായി അവർ ഒരുക്കിയിട്ടുണ്ട്.
നിരവധി സ്പീഡ് ബോട്ടുകൾ കായലിൽ ഉടനീളം ചീറിപ്പായുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ കേരള സർക്കാരിൻ്റെ സർവീസ് ബോട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. ബോട്ടിൻ്റെ മുകളിൽ നിന്നും കാഴ്ചകൾ കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും വെളിയനാട് ഫെറിയിലേക്കുള്ള ദേശീയ ജലപാതയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. വിളക്കുമരം ബോട്ട് ജെട്ടിയും കുപ്പുപുറം ബോട്ട് ജെട്ടിയും മംഗലശ്ശേരി ബോട്ട് ജെട്ടിയും കടന്ന് ഞങ്ങൾ വേമ്പനാട്ടു കായലിൽ എത്തി. എൻ്റെ കൂടെയുള്ളവർ പലതവണ ഹൗസ് ബോട്ട് യാത്ര ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ ആദ്യമായിട്ടാണ് ഞാൻ ഹൗസ് ബോട്ട് യാത്രയിൽ പങ്കെടുക്കുന്നത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചമ്പക്കുളം ബോട്ട് ജെട്ടിയിൽ നിന്നും അബദ്ധവശാൽ ആറ്റിലേക്ക് വീണ ഒരു അപകടം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കൂടെയുണ്ടായിരുന്ന അമ്മാവനാണ് എന്നെ അന്ന് ആഴങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അന്നു മുതൽ വെള്ളത്തിലുള്ള പരിപാടികൾ ശകലം പേടിയാണ്. ഉള്ളിൽ പേടിയുണ്ടായിട്ടും അത് പുറത്തു കാണിക്കാതെയാണ് ഞാൻ ഈ യാത്രയ്ക്ക് സമ്മതം മൂളിയത്. ഞങ്ങളുടെ യാത്രാമധ്യേ ഒരു ചെറിയ അപകടവും ക്യാമറയിൽ പതിഞ്ഞു. ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് പോയ കേരള സർക്കാരിൻ്റെ സർവീസ് ബോട്ടുമായി ഒരു ചെറിയ കൂട്ടിമുട്ടൽ. ഏതായാലും വലിയ കുഴപ്പം ഇല്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. വിവിധ ഇനത്തിലുള്ള ഹൗസ് ബോട്ടുകളാണ് ഇവിടെ ഉള്ളത്. ശിക്കാരി വള്ളങ്ങൾ, പണ്ടുകാലത്തെ കെട്ടുവള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ, 1 മുതൽ 10 മുറികൾ വരെയുള്ള അത്യാർഭാട കെട്ടുവള്ളങ്ങൾ എന്നിവയെല്ലാം എനിക്കിവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ നിരവധി വള്ളങ്ങളാണ് വേമ്പനാട്ടുകായലിൽ യാത്രക്കാരുമായി സഞ്ചരിക്കുന്നത്. നിരവധി സ്പീഡ് ബോട്ടുകളാണ് ധൈര്യമുള്ള സഞ്ചാരികളുമായി വേമ്പനാട്ടുകായലിലൂടെ പറക്കുന്നത്. ഒരാൾക്ക് 300 രൂപയാണ് സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുന്നതിന് നൽകേണ്ടത്. മിനിമം 4 പേരുണ്ടെങ്കിലേ അവർ സ്പീഡ് ബോട്ട് യാത്ര ആരംഭിക്കുകയുള്ളൂ. ഞങ്ങളുടെ യാത്രാമധ്യേ മറ്റ് നിരവധി സ്പീഡ് ബോട്ടുകളാണ് യാത്രയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങളെ സമീപിച്ചത്. ഹൗസ് ബോട്ടുകൾ എല്ലാം തന്നെ യാത്രക്കാരുടെ ആവശ്യപ്രകാരം കായലിൻ്റെ തീരത്ത് നിർത്തുകയും ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ അവസരം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ കായൽ ഏതാ കണ്ടം ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ കാണുന്നതൊക്കെ കൃഷി ചെയ്യുന്ന പാടങ്ങളാണ്. ഏകദേശം 1 മണി കഴിഞ്ഞ് ഞങ്ങളുടെ ബോട്ട് മാർത്താണ്ഡം കായലിൽ എത്തി. മാർത്താണ്ഡം കായലിൻ്റെ തീരത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ യാത്ര ചെയ്തു. ഈ കാണുന്ന ജലാശയത്തിന് 60 അടി താഴ്ചയുണ്ട് എന്നാണ് ബോട്ടിലെ ജീവനക്കാർ ഞങ്ങളോട് പറഞ്ഞത്.
മാർത്താണ്ഡം കായലിലൂടെ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ എവിടുന്നാണോ യാത്ര തുടങ്ങിയത്, എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായി. മുകളിലത്തെ നില ഇല്ലാത്ത ഹൗസ് ബോട്ടുകളും ഇവിടെയുണ്ട്. കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹൗസ് ബോട്ട് ഇതാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. പല നിറത്തിലുള്ള പല മോഡലുകളിലുള്ള നിരവധി ഹൗസ് ബോട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നത്. ഏകദേശം 1:30 ആയപ്പോഴേക്കും ബോട്ട് മാർത്താണ്ഡം കായലിൻ്റെ തീരത്ത് നിർത്തി. ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കാനാണ് ബോട്ട് നിർത്തിയത് എന്ന് പിന്നീട് മനസ്സിലായി. ബാൽക്കണിയിൽ നിന്നും താഴത്തെ നിലയിൽ എത്തിയപ്പോഴേക്കും ആഹാരം എല്ലാം തന്നെ ജീവനക്കാർ ഞങ്ങൾക്കായി വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ്, സാമ്പാർ, തോരൻ, മോര്, അച്ചാർ, പപ്പടം, ചിക്കൻ കറി, സലാഡ്, പിന്നെ വലിയ ചെറിയൊരു കരിമീനും ഉണ്ടായിരുന്നു. ഒരു നല്ല മീൻകറിയുടെ കുറവ് എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. അങ്ങനെ ഉച്ചയൂണും കഴിഞ്ഞ് പിന്നെയും യാത്ര തുടങ്ങി. ചിത്തിരം കായലും ആർ ബ്ലോക്കും സി ബ്ലോക്കും എല്ലാം കടന്ന് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. കണ്ണെത്താ ദൂരത്ത് പടർന്നു കിടക്കുന്ന ജലാശയമാണ് നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കുന്നത്. ചില ബോട്ടുകൾ ഫുള്ളി എയർ കണ്ടീഷൻഡ് ബോട്ടുകളാണ്. ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്ന ബോട്ടിൽ AC റൂമുകൾ രാത്രിയിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. രാത്രിയിലുള്ള ഹൗസ് ബോട്ട് യാത്ര കുറവാണ്. ബോട്ടുകാർക്ക് പരിചയമുള്ള സ്ഥലത്ത് നിർത്തിയിടുകയാണ് സാധാരണ ചെയ്യാറ്. പാട്ടുപാടിയും ഡാൻസ് കളിച്ചും കുട്ടികളുമായി ഉല്ലസിച്ചും എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഈ ഹൗസ് ബോട്ട് യാത്ര നടത്തുന്നത്. ഏകദേശം 4 മണി ആയപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ചായയും ഏത്തക്കാപ്പവും ജീവനക്കാർ കൊണ്ടുതന്നു. നല്ല നാടൻ ഏത്തക്കായ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഏത്തക്കാപ്പം എന്ന് തോന്നുന്നു. ഏകദേശം 4:30 ആയപ്പോഴേക്കും ബോട്ടുകളെല്ലാം തന്നെ ഒരു മത്സരയോട്ടം പോലെ യാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് പായുന്ന കാഴ്ചയാണ് കണ്ടത്. ആ കാഴ്ച വളരെ മനോഹരമായി തോന്നി. ഒന്നിനു പുറകെ ഒന്നായി നിരവധി ഹൗസ് ബോട്ടുകൾ ഒരേ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നു. യാത്ര തീരാറായപ്പോഴും ചില സ്പീഡ് ബോട്ടുകാർ ഞങ്ങളെ വന്ന് സമീപിച്ചിരുന്നു. എന്നാൽ ആ സാഹസത്തിന് ഞങ്ങൾ തയ്യാറായില്ല. ആര് ആദ്യം എത്തും എന്ന സംശയത്തിൽ എല്ലാം ക്യാമറയിൽ പകർത്തി ഞാൻ മുകളിൽ നിന്ന് വീഡിയോ പകർത്തിക്കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ യാത്രാമധ്യേ ഒരു അപകടയാത്രയും കണ്ണിൽപ്പെട്ടു. മറ്റൊരു ഹൗസ് ബോട്ടിൻ്റെ മുകളിൽ എല്ലാ യാത്രക്കാരും ഒരേ വശത്ത് ഇരിക്കുകയും ബോട്ട് ഒരു സൈഡിലേക്ക് ചാഞ്ഞു പോകുന്നതും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇക്കാര്യം ആ ബോട്ടുകാരെ ഞങ്ങൾ അറിയിക്കുകയും അവർ ഉടനടി അടുത്ത നടപടി സ്വീകരിച്ച് എല്ലാവരെയും വിവിധ സ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തു. എല്ലാം ഒരേ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന ബോട്ടുകൾ തന്നെയാണ്. ചില ബോട്ടുകൾ രാത്രി യാത്രയ്ക്ക് വേണ്ടി മാർത്താണ്ഡം കായലിലോട്ട് പോകുന്നത് കാണാൻ സാധിക്കുന്നു.
യാത്ര തീരാറായതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഞങ്ങളുടെ ബോട്ടിന് ശകലം സ്പീഡ് കൂടിയതുപോലെ. എന്നാൽ ഈ ഹൗസ് ബോട്ട് യാത്രയിൽ കുട്ടികളുമായുള്ള യാത്ര അപകടകരമായി എനിക്ക് തോന്നുന്നു. ചില ബോട്ടുകളിലെ കൈവരികൾക്ക് അകലം കൂടുതലാണ്. കുഞ്ഞു കുട്ടികളെ വളരെയേറെ ശ്രദ്ധയോടെ മാത്രമേ നമുക്ക് ഈ ഹൗസ് ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂ. എന്നാൽ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുള്ള ഹൗസ് ബോട്ടുകളും ഉണ്ട്. അതിൽ വളരെ സന്തോഷത്തോടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ കെട്ടുവള്ളങ്ങളും തടി കൊണ്ട് ഉണ്ടാക്കിയ കെട്ടുവള്ളങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ട്. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വള്ളത്തിന് മെയിൻ്റനൻസ് കൂടുതലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തടി കൊണ്ടുണ്ടാക്കിയ വള്ളത്തിന് മെയിൻ്റനൻസ് കുറവാണ്. 2.5 വർഷം കൂടും തോറുമാണ് ഈ ബോട്ടുകളെല്ലാം തന്നെ മെയിൻ്റനൻസ് പണികൾക്കായി കൊണ്ടുപോകുന്നത്. ഏകദേശം 5 മണി ആയപ്പോഴേക്കും ഞങ്ങൾ സഞ്ചരിച്ച ബോട്ട് ആലപ്പുഴ ജെട്ടിയോട് അടുത്തു. വലിയ 2 വള്ളങ്ങൾക്കിടയിലേക്ക് ഞങ്ങളുടെ ബോട്ട് കൊണ്ടു നിർത്തി. എന്തിനാണ് അവിടെ കൊണ്ടു നിർത്തിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ആദ്യം വിചാരിച്ചത് ഈ മുന്നിൽ കാണുന്ന ബോട്ടുകളിൽ കൂടെ കയറി ഞങ്ങൾക്ക് പുറത്തോട്ട് പോകേണ്ടി വരും എന്നാണ്. എന്നാൽ 2 വലിയ കെട്ടുവള്ളങ്ങളെയും ഇരുവശത്തിലേക്ക് തള്ളിമാറ്റി ഞങ്ങളുടെ വള്ളം പാർക്ക് ചെയ്യുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഇരുവശത്തും കാണുന്നത് നല്ല വലുപ്പമുള്ള 2 വള്ളങ്ങളാണ്. ആ 2 വലിയ വള്ളങ്ങളെയും ഇരുവശങ്ങളിലേക്കും തള്ളി മാറ്റിക്കൊണ്ടുള്ള ഞങ്ങളുടെ ബോട്ട് പാർക്കിംഗ് വളരെ അതിശയകരമായി തോന്നി. എല്ലാ ബോട്ടുകളുടെയും സൈഡുകളിൽ ഇതുപോലെ കമ്പി വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടിമുട്ടുമ്പോഴുള്ള അപകടം കുറയ്ക്കാൻ വേണ്ടിയാണ് അത്. ശ്രമകരമായ ഒരു പാർക്കിംഗ് തന്നെയായിരുന്നു ഇത്. അങ്ങനെ അവസാനം ഞങ്ങളുടെ ബോട്ട് പാർക്ക് ചെയ്ത് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നീട് ഞങ്ങൾ വന്ന വാഹനത്തിൽ തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് യാത്ര തുടർന്നു. വളരെ മനോഹരമായ ഒരു 1 ഡേ ട്രിപ്പ് പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ച് ചങ്ങനാശ്ശേരിയിൽ എത്തി. അധികം യാത്ര ചെയ്യാതെ നടത്താൻ പറ്റിയ ഒരു നല്ല 1 ഡേ ട്രിപ്പാണ് ഹൗസ് ബോട്ട് യാത്ര. എന്നാൽ കുട്ടികളുമായി പോകുന്നവർ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.